ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷാണ്. ആദ്യത്തെ പാഠം ദ ഡോവേ. അതിലെ എ റോബോട്ട് വിത്ത് എ വൈറസിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഭാഗം ഒന്ന് നോക്കാം. ഇതാണ് ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. പലതരം റോബോട്ട്സിനെ കാണിച്ചിട്ടുണ്ട് അല്ലേ. ഇതാ ഈ സൈഡിൽ കാണുന്ന പോലെ നിങ്ങൾ തന്നെ ടി വിയിലൊക്കെ പലതരം റോബോട്ട്സിനെയൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ. വീട്ടിൽ പണിയെടുക്കുന്ന റോബോട്ട്സ് ഉണ്ടാവാം. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഹോട്ടലിൽ റോബോട്ട് നമ്മുടെ ഓർഡർ വന്ന് സ്വീകരിക്കുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഇപ്പോൾ സർജറിക്കൊക്കെ വേണ്ടിയിട്ട് റോബോട്ട്സിനെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങൾക്കും നമ്മളിപ്പോൾ റോബോട്ട്സിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഇവിടുത്തെ ചോദ്യങ്ങൾ? ആദ്യത്തെ ചോദ്യം എന്താണ്? വാട്ട് ആർ സം കോമൺ ടാസ്ക് ദാറ്റ് റോബോട്ട്സ് ക്യാൻ പെർഫോം? റോബോട്ട്സിന് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ, കോമൺ ആയിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ്. എല്ലാവരും ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന് പറഞ്ഞൊരു മൂവിയൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ, ഒരു സിനിമ കണ്ടിട്ടില്ലേ? അതിൽ ഒരു കുഞ്ഞപ്പനായിട്ടൊരു റോബോട്ട് ഇതാ ഈ പിക്ചറിൽ കാണുന്ന പോലെ ആ വീട്ടിലെ ആ അച്ഛനെ സഹായിക്കാൻ വേണ്ടിയിട്ട് കുക്കിംഗ് ചെയ്യുന്നുണ്ട്, ക്ലീനിങ് ചെയ്യുന്നുണ്ട് അല്ലേ, പല കാര്യങ്ങളും അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സാധാരണ റോബോട്ട്സ് പെർഫോം ചെയ്യാറുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ എഴുതുക? ക്ലീൻ ദ ഫ്ലോർ, നിലമൊക്കെ തുടച്ച് വൃത്തിയാക്കാൻ പറ്റും. മോപ്പ് ദ ഫ്ലോർ എന്ന് വേണമെങ്കിലും പറയാം തുടയ്ക്കുന്നതിന്. പിന്നെ കുക്ക് മീൽസ്, നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ ആർക്ക് പറ്റും? ഇങ്ങനെയുള്ള റോബോട്ട്സിന് പറ്റും. സെർവ് ഫുഡ് അല്ലേ, ഭക്ഷണം നമ്മൾക്ക് ആവശ്യമായ ഭക്ഷണം നമ്മുടെ ടേബിളിൽ കൊണ്ടുവയ്ക്കാൻ ആർക്ക് പറ്റും? ഇങ്ങനെയുള്ള റോബോട്ട്സിന് പറ്റും. ഹെൽപ്പ് ഇൻ ഹോസ്പിറ്റൽസ്, ഹോസ്പിറ്റലിലൊക്കെ സർജറികൾക്കൊക്കെ വേണ്ടിയിട്ട് അല്ലെ, ഓപ്പറേഷനൊക്കെ വേണ്ടിയിട്ട് ഇപ്പോൾ റോബോട്ട്സിനെ യൂസ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. പിന്നെന്താണ്? പ്ലേ ഗെയിംസ്, നമ്മുടെ കൂടെ കളിക്കാൻ ഈ റോബോട്ട്സിന് പറ്റും. അടുത്ത ചോദ്യം എന്താണ്? ഹാവ് യു എവർ സീൻ ഓർ ഹേർഡ് ഓഫ് എ റോബോട്ട് ദാറ്റ് ഹെൽപ്സ് വിത്ത് ഹൗസ് ഹോൾഡ് ചോസ് അല്ലേ. എന്താ ചോദിക്കുന്നത്? നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടോ ഒരു റോബോട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ, വീട്ടിലെ ജോലിയൊക്കെ എടുത്തു കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഹൗസ് ഹോൾഡ് ചോസ് എന്ന് പറഞ്ഞാൽ വീട്ടുപണികൾ എന്നാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ എന്ത് പറയാം? നമ്മൾ ഡയറക്റ്റ് അങ്ങനെ റോബോട്ട്സിനെ ഡയറക്റ്റ് കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഐ ഹാവ് നോട്ട് ഡയറക്ട്ലി സീൻ എ റോബോട്ട് ദാറ്റ് ഹെൽപ്സ് വിത്ത് ഹൗസ് ഹോൾഡ് ചോസ് അല്ലേ. വീട്ടുപണികളിൽ ഇങ്ങനെ ഡയറക്റ്റായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന റോബോട്ട്സിനെ ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ എന്ത് കണ്ടിട്ടുണ്ട്? ബട്ട് ഐ ഹാവ് സീൻ ദം ഇൻ മൂവീസ് ആൻഡ് ഐ ഹാവ് റെഡ് അബൌട്ട് ഇറ്റ്. ഞാൻ അങ്ങനെയുള്ള റോബോട്ട്സിനെ നമ്മൾ ഇംഗ്ലീഷ് ഫിലിംസിലൊക്കെ കൂടുതലായിട്ട് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ ഫിലിംസിലൊക്കെ ഞാൻ നല്ലോണം കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ അതിനെക്കുറിച്ച് ഞാൻ വായിച്ചിട്ടുമുണ്ട്. പീപ്പിൾ ഇൻ ചൈന ഓൾറെഡി യൂസ് റോബോട്ട്സ് ടു ഡു ഹൗസ് ഹോൾഡ് ചോസ് അല്ലേ. വീട്ടിലിപ്പോൾ ചൈന, ജപ്പാൻ, US പോലുള്ള സ്ഥലങ്ങളിലൊക്കെ, ഡെവലപ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ അല്ലേ, സാങ്കേതിക വിദ്യ അത്രയും വികസിച്ച രാജ്യങ്ങളിലൊക്കെ പലയിടത്തും കൂടുതലായിട്ടും ആൾക്കാർ ഇങ്ങനെയുള്ള റോബോട്ട്സിനെ വെച്ചിട്ട് വീട്ടിലെ അത്യാവശ്യം പണികളൊക്കെ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. അടുത്തത് എന്താ? ഇഫ് യു ഗെറ്റ് ദി സർവീസസ് ഓഫ് എ റോബോട്ട് അറ്റ് ഹോം, വാട്ട് വിൽ യു മേക്ക് ഇറ്റ് ഡു? നിങ്ങൾക്ക് ഇങ്ങനെയുള്ള റോബോട്ടിൻ്റെ ഒരു സഹായം വീട്ടിൽ ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് അതിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക? പല കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക അല്ലേ. ആദ്യം തന്നെ വരുന്നത് എന്താ? ഹോംവർക്ക് ഒന്ന് ചെയ്യിപ്പിച്ച് നോക്കാമെന്നാവും അല്ലേ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ എന്തൊക്കെ ചെയ്യിപ്പിക്കാം? ഐ വിൽ മേക്ക് ഇറ്റ് ഡു ദ കുക്കിംഗ്, വാഷ് ക്ലോത്ത്സ്, ക്ലീൻ ദ ഫ്ലോർ. അപ്പോൾ എന്തൊക്കെ ചെയ്യിപ്പിക്കും? ഞാൻ വീട്ടിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യിപ്പിക്കും അല്ലേ, ഭക്ഷണം ഉണ്ടാക്കിപ്പിക്കും. അതുപോലെ തന്നെ എൻ്റെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യിപ്പിക്കും. പിന്നെന്താണ്? ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യിപ്പിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാം. നിലമൊക്കെ വൃത്തിയാക്കിപ്പിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ലിസ്റ്റ് സം ഓഫ് ദി ഗാഡ്ജറ്റ്സ് ആൻഡ് ഡിവൈസസ് യൂസ്ഡ് അറ്റ് ഹോം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സ് എന്തൊക്കെയാണ്? ടെലിവിഷൻ, TV അല്ലേ. TV ഒരു ഗാഡ്ജറ്റാണ്. മൊബൈൽ ഫോൺ ഒരു ഗാഡ്ജറ്റാണ്. നിങ്ങളുടെ വീട്ടിൽ എയർ കണ്ടീഷണർ, AC ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഗാഡ്ജറ്റാണ്. വീട്ടിലുള്ള ഗ്രൈൻഡറൊക്കെ ഉണ്ടെങ്കിൽ ഗ്രൈൻഡർ ഗാഡ്ജറ്റാണ്. വാഷിംഗ് മെഷീൻ ഒരു ഗാഡ്ജറ്റാണ്. പിന്നെ മൈക്രോവേവ് അവൻ ഒരു ഗാഡ്ജറ്റാണ്. പിന്നെ ഹീറ്റർ ഉണ്ട് ബാത്റൂമിലെങ്കിൽ അതും ഒക്കെ എന്തിൽ പെടുന്നതാണ്? ഗാഡ്ജറ്റിൽ പെടുന്നതാണ്. യൂസ് ചെയ്യുന്ന സ്മാർട്ട് വാച്ചുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഗാഡ്ജറ്റിൽ പെടുന്ന കാര്യങ്ങളാണ്. ഓക്കെ, നമുക്ക് എഴുതാം. ഇനി അടുത്തത് എന്താ? നമുക്ക് ഈ സ്റ്റോറിയിലേക്ക് കടക്കാം. എന്താണ്? എ റോബോട്ട് വിത്ത് എ വൈറസ്. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. ഓക്കെ, ഇത് എഴുതിയിരിക്കുന്ന ആരാണ്? പെഡ്രോ പാബ്ലോ ആണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ കഥ ജസ്റ്റ് ഒന്ന് ചുരുക്കിയിട്ട് പറയാം. എന്താണ്? ഒരു റിക്കി എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ കഥയാണ് ഇവിടെ പറയുന്നത്. അവൻ്റെ വീട്ടിൽ മോഡേൺ ആയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, അതുപോലെ തന്നെ ഒരു റോബോട്ടും ഉണ്ട്. അപ്പോൾ ഈ പിക്ചർ ഒന്ന് നോക്കിയേ. ഈ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അവൻ ഏത് നേരം ഈ മൊബൈൽ ഫോണും നോക്കിക്കൊണ്ടിരിക്കുക
ഇരിക്കുകയാണ്. അവൻ്റെ റൂം തന്നെ ആകെ അലങ്കോലമാണല്ലേ, ബെഡൊന്ന് വിരിച്ചിട്ടിട്ടില്ല അല്ലേ, അലമാരി എങ്ങനെയാണ്, ഡ്രസ്സുകൾ എങ്ങനെയാണ് ഷെൽഫിൽ വെച്ചിട്ടുള്ളത്, ആകെ വലിച്ചു വാരിയിട്ടിട്ടുണ്ട്. വേസ്റ്റ് ബിൻ അവിടെ തട്ടി മറിഞ്ഞ് കിടക്കുന്നുണ്ട്. അവൻ്റെ ബുക്കും സ്കൂൾ ബാഗും ഒക്കെ ആകെ ചിന്നിച്ചെതറി കിടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒന്നും ഒരു ഓർഡറിലല്ല അവൻ്റെ റൂമിൽ. അപ്പോൾ അവൻ എങ്ങനെയാണ് ഓക്കെ, അപ്പോൾ അവൻ്റെ സാധനങ്ങളൊക്കെ ആകെ വലിച്ചു വാരിയിട്ട് അങ്ങനെ ഒരു കുട്ടിയാണ് ആര്, ഈ റിക്കി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റിക്കിയുടെ അമ്മ ആരാണ്? റിക്കിയുടെ അമ്മ ഒരു ബാങ്കിലെ മാനേജറാണ്. അപ്പോൾ രാവിലെ തന്നെ അമ്മയ്ക്ക് എങ്ങോട്ട് പോകണം, അമ്മയ്ക്ക് ജോലിക്ക് പോകണം. അപ്പോൾ എല്ലാ കാര്യങ്ങളും റിക്കിയുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ അമ്മയ്ക്ക് അപ്പോൾ റിക്കിയുടെ അമ്മ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, നീ റൂം ഒന്ന് ക്ലീൻ ചെയ്യേ, നിൻ്റെ സ്കൂൾ ബാഗിലെ ബുക്സൊക്കെ ഒന്ന് അടക്കി വെക്കുക അല്ലേ, ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ റിക്കി എപ്പോഴും എന്താണ്, ഫോണിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ബട്ട്ലർ റോബോട്ടിനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. ആ റോബോട്ടിന് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും അല്ലേ. അവൻ വീട് മുഴുവൻ വൃത്തിയാക്കിയിടുന്നുണ്ട്, കുക്കിങ്ങിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, വാഷിങ് ചെയ്യുന്നുണ്ട്, എല്ലാം അവൻ ചെയ്യുന്നുണ്ട്. കണ്ടോ, ഇപ്പോൾ റിക്കിയുടെ റൂം കണ്ടോ, അവനൊക്കെ ആ റോബോട്ട് ഫുള്ള് വൃത്തിയാക്കി വെച്ചു, ഷെൽഫൊക്കെ അടക്കി വെച്ചു, സ്കൂൾ ബാഗും അവൻ്റെ ബെഡും ഒക്കെ ക്ലീൻ ആക്കി. കുറച്ച് കഴിയുമ്പോഴാണ് ബുദ്ധിമുട്ടുകൾ തുടങ്ങുന്നത്. എന്തുണ്ടാവുന്നത്, റിക്കിയുടെ കുറേ സാധനങ്ങൾ മിസ്സിങ് ആവുന്നു. അവൻ്റെ ഫേവറേറ്റ് ടീഷർട്ടും ഫുട്ബോളും ആദ്യം കാണാതാവുന്നു. അത് കഴിഞ്ഞ് പിന്നീട് അങ്ങനെ തന്നെയാണ് ഓരോരോ സാധനങ്ങളായിട്ട് കാണാണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ റിക്കിക്ക് എന്ത് തോന്നുന്നു, ഈ റോബോട്ടാണ് കള്ളൻ, റോബോട്ടാണ് സാധനങ്ങൾ മോഷ്ടിക്കുന്നതെന്ന് റിക്കിക്ക് തോന്നുന്നു. റിക്കി മെല്ലെ ആ റോബോട്ട് കാണാതെ ആ റോബോട്ടിൻ്റെ പിന്നാലെ പോകുന്നുണ്ട്. എന്നിട്ട് എന്ത് കാണുന്നു, റിക്കിയുടെ പല സാധനങ്ങളും റോബോട്ട് എവിടെ കൊണ്ടുവയ്ക്കുന്നുണ്ട്, ആ സ്റ്റോർ റൂമിൽ കൊണ്ടുവയ്ക്കുന്നുണ്ട്. കണ്ടോ, എന്നിട്ട് റിക്കി ആരോടെ ചെന്ന് പറയുന്നത്, റിക്കി ഇത് സ്വന്തം അച്ഛനോട് പോയി പറയുന്നുണ്ട്, ആ റോബോട്ട് ഒരു കള്ളനാണ്, അവൻ എൻ്റെ പല സാധനങ്ങളും മോഷിച്ച് കൊണ്ടുപോയി വെക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അച്ഛന് റോബോട്ട്സിനെ കുറിച്ച് ധാരാളം കാര്യങ്ങൾ അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ അച്ഛൻ എന്താ പറയുന്നത്, ഒരിക്കലും റോബോട്ട് അങ്ങനെ ചെയ്യില്ല, റോബോട്ട്സ് അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛനും മകനും തമ്മിൽ വലിയൊരു തർക്കം തന്നെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ റോബോട്ട് ഇവർ തമ്മിലുള്ള ഈ സംഭാഷണം കേൾക്കാനിടയാവുന്നുണ്ട്. അപ്പോൾ റോബോട്ട് എന്താ ചെയ്യുന്നത്, റോബോട്ട് റിക്കിയുടെ അടുത്ത് പോയിട്ട് പറയാണ്, എന്താണ്, നിങ്ങളുടെ സാധനങ്ങൾ കാണാതാവുന്നത് നിങ്ങളെ ബോധർ ചെയ്യുന്നുണ്ട് അല്ലേ, നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ റിക്കി എന്താ പറയുന്നത്, എങ്ങനെയാണ് നിനക്കത് അറിയാൻ പറ്റാണ്ടിരിക്കുന്നത്, എൻ്റെ സാധനങ്ങൾ എനിക്ക് വേണ്ടേന്നൊക്കെ റോബോട്ടിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ റോബോട്ട് പറയുന്ന ആൻസർ എന്താണെന്ന് അറിയോ, റോബോട്ട് പറയുന്ന ആൻസറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിൻ്റെ റൂമിൽ പല സാധനങ്ങളും സ്കാറ്ററായിട്ട് അങ്ങും വലിച്ചു വാരി കുറേ സാധനങ്ങൾ അവിടെ ഇവിടെയും കിടക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്താ തോന്നുന്നത്, നിനക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളാണ് നീ ഇങ്ങനെ വലിച്ചെറിയുന്നത് ഫ്ലോറിൽ അല്ലേ. ആവശ്യമുള്ള സാധനങ്ങളാണെങ്കിൽ നമ്മളത് എടുത്തു വെക്കില്ലേ, റിക്കി അത് എടുത്തു വെച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ റോബോട്ടിന് എന്ത് തോന്നി, റിക്കിക്ക് അതിന് ആവശ്യമില്ല, റിക്കി അത് യൂസ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ടാണ് റോബോട്ട് അതൊക്കെ ടീഷർട്ട് ആയിക്കോട്ടെ വേറെ എന്ത് കാര്യങ്ങളായിക്കോട്ടെ നീറ്റായിട്ട് അത് എടുത്തു കൊണ്ടുപോയിട്ട് ടീഷർട്ടൊക്കെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റോർ റൂമിൽ കൊണ്ടുവച്ചിരുന്നത്. പ്രോഗ്രാം ടു കളക്ട് ഓൾ ദാറ്റ് ഈസ് നോട്ട് വാണ്ടഡ് അല്ലേ, വേണ്ടാത്ത സാധനങ്ങൾ കളക്ട് ചെയ്തിട്ട് കൊണ്ടുവയ്ക്കുന്നത് എന്നെ പ്രോഗ്രാം ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ്. അപ്പോൾ നീ സ്കാറ്റർ ചെയ്ത സാധനങ്ങൾ, നീ വലിച്ചെറിഞ്ഞ സാധനങ്ങൾ നിനക്ക് വേണ്ട എന്ന് വെച്ചിട്ടാണ് ഞാനത് സ്റ്റോർ റൂമിൽ കൊണ്ടുവച്ചിരുന്നത് എന്ന് പറയുന്നു അല്ലേ. ആര് പറയുന്നു, റോബോട്ട് പറയുന്നു, ഞാൻ അങ്ങനെയാണ് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്, ഞാനൊരു മാക്സിമം എഫിഷ്യൻസി ഉള്ള മെഷീനാണ് അല്ലേ, അത്രത്തോളം ഹാർഡ് വർക്കിങ്ങും എഫിഷ്യൻറ്റും ആണ് ഞാൻ. അപ്പോൾ അങ്ങനെയുള്ളൊരു മെഷീനാണ് ഞാനെന്ന് നിനക്ക് അറിയില്ലേ എന്നാണ് ആര് ചോദിക്കുന്നത്, റോബോട്ട് റിക്കിയോട് ചോദിക്കുന്നത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ എന്താണ്, റിക്കിക്ക് അത് കേൾക്കുമ്പോൾ വല്ലാതെ അഷെയിംഡ് ആവുന്നു, വല്ലാതെ നാണക്കേട് തോന്നുന്നു അല്ലേ. അവൻ്റെ സാധനങ്ങളൊന്നും ഒരു ഉപയോഗമില്ലാത്ത രീതിയിലാണ് അവൻ ട്രീറ്റ് ചെയ്തിരുന്നത് അല്ലേ. ഫസ്റ്റ് അവൻ്റെ റൂം കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഇങ്ങനെയായിരുന്നു അവൻ്റെ റൂം, ആകെ സ്കാറ്റർ ചെയ്തിട്ട്. അപ്പോൾ റോബോട്ടിന് എന്താ തോന്നുന്നത്, ഇങ്ങനെ വലിച്ചെറിയുന്ന സാധനങ്ങളൊന്നും ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ടാണ് റോബോട്ട് അതുകൊണ്ട് സ്റ്റോർ റൂമിൽ ഇട്ടിരുന്നത്. അപ്പോൾ റിക്കിക്ക് ഇപ്പോൾ എന്താണ് കാര്യങ്ങളൊക്കെ മനസ്സിലായി അല്ലേ. റിക്കി ഇതുപോലെ വലിച്ചെറിയുന്ന പല കാര്യങ്ങളും ബാക്കിയുള്ളവർക്കൊക്കെ എത്രത്തോളം യൂസ്ഫുൾ ആണ്, ബാക്കിയുള്ളവർ അതിന് എത്രത്തോളം വില കൽപ്പിക്കുന്ന കാര്യങ്ങളാണെന്ന് റിക്കിക്ക് എന്തും മനസ്സിലാവുന്നു. ആ റോബോട്ടിന് ഒരു കുഴപ്പമില്ല അല്ലേ, അതിൻ്റെ പ്രോഗ്രാമിങ്ങിലും ഒന്നും ഒരു തകരാറും ഇല്ല അല്ലേ. ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് ആ റോബോട്ടിനെ പ്രോഗ്രാം ചെയ്ത് വിട്ടിരിക്കുന്നതെന്ന് റിക്കിക്ക് മനസ്സിലാവുന്നു.
അപ്പോൾ മറ്റു പലരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് തൻ്റെ കയ്യിലുള്ളത് അല്ലേ. അപ്പോൾ അതിൽ പിന്നെ എന്താണ്, റിക്കി എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ ചെയ്യുന്നു അല്ലേ. എല്ലാ കാര്യങ്ങളും ഒതുക്കി വെക്കുന്നുണ്ട് അല്ലേ, ഒരു ടൈഡി ആയിട്ട് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സാധനവും വലിച്ചെറിയുന്നില്ല, സ്കാറ്റർ ചെയ്തിടുന്നില്ല. പിന്നെ അവൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ പോക്കറ്റ് മണി കൊണ്ട് അവൻ ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യാനും മറക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു സ്റ്റോറി വരുന്നത്. നമുക്കിതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. വൈ ആർ റിക്കീസ് ഹാബിറ്റ്സ് ഡിസ്ക്രൈബ്ഡ് ആസ് സ്ലോവൻലി? എന്തുകൊണ്ടാണ് റിക്കിയുടെ സ്വഭാവങ്ങൾ സ്ലോവൻലി എന്ന് പറഞ്ഞാൽ എന്താ, അശ്രദ്ധമായിട്ട് അല്ലെങ്കിൽ അലസമായിട്ട് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? റിക്കി ഡസ് നോട്ട് കീപ് ഹിസ് തിങ്സ് പ്രോപ്പർലി ആൻഡ് ഓൾസോ ത്രോ ഹിസ് ബിലോങ്ങിങ്സ് ഓൾ ഓവർ ദ പ്ലേസ്. സോ ഹിസ് ഹാബിറ്റ്സ് ആർ ഡിസ്ക്രൈബ്ഡ് ആസ് സ്ലോവൻലി. എന്താണ്, റിക്കി അവൻ്റെ ഒരു സാധനവും ശരിയായി സൂക്ഷിച്ചു വെക്കാറില്ല. അവൻ്റെ ബിലോങ്ങിങ്സ്, അവൻ്റെ സാധനങ്ങളൊക്കെ, അവൻ്റെ കയ്യിലുള്ള വസ്തുക്കളൊക്കെ അവൻ അവിടെ ഇവിടെയുമൊക്കെ വലിച്ചു വാരിയിടുകയാണ് ചെയ്യുന്നത്, ത്രോ ചെയ്യുകയാണ് ചെയ്യുന്നത്, എറിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവൻ്റെ ഹാബിറ്റ് സ്ലോവൻലി ആണെന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം എന്താ, വാട്ട് ഹൗസ് ഹോൾഡ് ചോസ് ഡിഡ് ദ ബട്ട്ലർ റോബോട്ട് ടേക്ക് ഓവർ? എന്തൊക്കെ വീട്ടുജോലികളാണ് ആ റോബോട്ട് ചെയ്യാൻ തുടങ്ങിയത്? ബട്ട്ലർ റോബോട്ട് ടുക്ക് ഓവർ കുക്കിംഗ്, ക്ലീനിങ് ആൻഡ് അയണിങ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടാസ്ക് വാസ് പിക്കിംഗ് അപ്പ് റിക്കീസ് ക്ലോത്ത്സ് ഫ്രം ദ ഫ്ലോർ. എന്താണ്, ബട്ട്ലർ റോബോട്ട് ടുക്ക് ഓവർ കുക്കിംഗ്, ക്ലീനിങ് ആൻഡ് അയണിങ്. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങി? കുക്കിംഗ്, പാചകം ചെയ്തു തുടങ്ങി, ക്ലീനിങ്, വീടൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കി തുടങ്ങി, അയണിങ്, ഡ്രസ്സൊക്കെ എന്താണ് തേച്ച് വെച്ച് തുടങ്ങി അല്ലേ. പിന്നെ അതിലും കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത് ചെയ്തിരുന്ന കാര്യങ്ങൾ എന്തായിരുന്നു? ഏറ്റവും പ്രധാനപ്പെട്ട ജോലി അതിന് ചെയ്യാനുണ്ടായിരുന്നത് റിക്കി അവിടെ എവിടെയും വലിച്ചെറിഞ്ഞ സാധനങ്ങൾ, ഫ്ലോറിൽ അങ്ങിങ്ങായി ഇട്ടിട്ടുള്ള സാധനങ്ങൾ പറക്കി അതിൻ്റെ സ്ഥലത്തേക്ക് വെക്കുക, സൂക്ഷിച്ച് വെക്കുക എന്നുള്ളതായിരുന്നു റോബോട്ടിന് ചെയ്യാനുള്ള പ്രധാന പണി. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഡസ് ഓദർ മീൻ ബൈ ഹി കോട്ട് ഇറ്റ് റെഡ് ഹാൻഡഡ്? ഓദർ പറയുന്നുണ്ട് അല്ലേ, റിക്കി പറയുന്നുണ്ട്, റിക്കി ആ റോബോട്ടിനെ പിടിച്ചു, റെഡ് ഹാൻഡഡ്, കോട്ട് ഹിം റെഡ് ഹാൻഡഡ്. റെഡ് ഹാൻഡഡ് എന്ന് പറഞ്ഞാൽ എന്താ, എന്തെങ്കിലും ഒരു കള്ളത്തരം ചെയ്യുമ്പോൾ നമ്മൾ അത് കണ്ടുപിടിക്കുകയില്ലേ, മറ്റൊരാൾ അതിനെ കണ്ടുപിടിക്കുന്നതിനെയാണ് കോട്ട് ഇറ്റ് റെഡ് ഹാൻഡഡ് എന്ന് പറയുക. ഇവിടെ എന്താ ഉണ്ടായത്, റോബോട്ട് ആ ടീഷർട്ടൊക്കെ സ്റ്റോർ റൂമിൽ കൊണ്ട് മടക്കി വെക്കുന്നത് റിക്കി കാണുന്നുണ്ട്. റിക്കിയുടെ മനസ്സിൽ എന്താണ്, റോബോട്ട് അത് കട്ടെടുക്കുകയാണ് അല്ലേ, റോബോട്ട് ഒരു കള്ളനാണ് എന്നാണ് റിക്കിക്ക് തോന്നിയത്. അപ്പോൾ അതുകൊണ്ടാണ് റിക്കി എന്ത് പറയുന്നത്, ഹി കോട്ട് ഇറ്റ് റെഡ് ഹാൻഡഡ് എന്ന് ഓദർ ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഉത്തരം. ദ ഓദർ ഈസ് ഇംപ്ലൈയിങ് ദാറ്റ് റിക്കി കോട്ട് ദ റോബോട്ട് ഡൂയിങ് സംതിങ് റോങ്. റിക്കി മിസ്അണ്ടർസ്റ്റുഡ് ദ റോബോട്ട്. He believed the robot had stolen his t-shirts. എന്താണ്, the author is implying that, author എന്താ പറയുന്നത്, റിക്കി caught the robot doing something wrong. എന്തോ തെറ്റ് ചെയ്യുന്നത്, റോബോട്ട് എന്തോ തെറ്റ് ചെയ്യുന്നത് റിക്കി കയ്യോടെ പിടിച്ചു അല്ലേ, അല്ലെങ്കിൽ കണ്ടുപിടിച്ചു. അത് ഇംപ്ലൈ ചെയ്യാനാണ്, ഒന്ന് ഊന്നി പറയാൻ വേണ്ടിയിട്ടാണ് എന്ത് പറയുന്നത്, കോട്ട് ഇറ്റ് റെഡ് ഹാൻഡഡ് എന്ന് പറഞ്ഞൊരു ഫ്രേസ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. റിക്കി മിസ്അണ്ടർസ്റ്റുഡ് ദ റോബോട്ട്, റോബോട്ടിനെ തെറ്റിദ്ധരിക്കുകയാണ് റിക്കി ചെയ്തത് അല്ലേ. റോബോട്ട് ഒരിക്കലും ഒരു കള്ളനല്ല. റിക്കിക്ക് പക്ഷെ എന്താ തോന്നിയത്, ആ ടീഷർട്ടൊക്കെ ആ റോബോട്ട് സ്റ്റോൾ ചെയ്തു, അതൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്നാണ് റിക്കിക്ക് തോന്നിയത്. ഓക്കെ, അടുത്തത് എന്താണ്, നാലാമത്തെ ചോദ്യം. ഹിയർ സർ, ഐ ഡിഡ് നോട്ട് നോ ഇറ്റ് വാസ് ബോദറിങ് യു. വാട്ട് ഡസ് ദ റോബോട്ട് മീൻ? എന്താ ഇതാര് പറയുന്നതാണ്, റോബോട്ട് പറയുന്നതാണ് അല്ലേ. ആ റിക്കിയുടെ ടീഷർട്ടും സാധനങ്ങളൊക്കെ തിരിച്ചേൽപ്പിച്ചുകൊണ്ട് റോബോട്ട് എന്ത് പറയുന്നുണ്ട്, ദാ സർ, ഇത് നിങ്ങളുടെയാണ്, ഇത് കാണാതായതല്ലേ, നിങ്ങൾക്ക് ആശങ്കയുണ്ട്, നിങ്ങൾ അതിൽ വറി ചെയ്യുന്നുണ്ട്, ബോദർ ചെയ്യുന്നുണ്ടെന്നൊന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല എന്ന് റോബോട്ട് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് റോബോട്ട് അങ്ങനെ പറയുന്നത്? The robot accidentally hears Ricky's complaints about the disappearance of his things. He kept on saying that the robot is stealing them. In reality, the robot was not aware of Ricky's complaints and concerns, so it returned the things. അപ്പോൾ റോബോട്ട് എന്താണ് പെട്ടെന്നാണ് ആ വഴിക്ക് കടന്നു പോകുമ്പോൾ പെട്ടെന്ന് കേട്ടതാണ് എന്താണ്, റിക്കിയുടെ സാധനങ്ങൾ കാണാണ്ടാവും കംപ്ലൈൻറ്റ് പറയുന്നത്, അച്ഛനോടൊക്കെ കംപ്ലൈൻറ്റ് പറയുന്നത് റോബോട്ട് കേൾക്കാൻ ഇടയാവുന്നുണ്ട് അല്ലേ. ഡിസപ്പിയറൻസ് ഓഫ് തിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, സാധനങ്ങൾ കാണാണ്ടാവുന്നത്. ഹി കെപ്റ്റ് ഓൺ സെയിങ് ദാറ്റ് ദ റോബോട്ട് ഈസ് സ്റ്റീലിംഗ് ദം. അവൻ എന്ത് പറഞ്ഞുകൊണ്ടിരുന്നു, ആ റോബോട്ട്
റോബോട്ട് അവൻ്റെ പല സാധനങ്ങളും സ്റ്റീൽ ചെയ്യാണ്, കട്ടുകണ്ടു പോവാണെന്ന് അച്ഛനോടൊക്കെ അവൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇൻ റിയാലിറ്റി ദ റോബോട്ട് വാസ് നോട്ട് അവെയർ ഓഫ് റിക്കീസ് കംപ്ലയിൻസ് ആൻഡ് കൺസേൺ. പക്ഷെ എന്താണ് ഇൻ റിയാലിറ്റി, വാസ്തവത്തിൽ റോബോട്ടിന് റിക്കി ആ സാധനങ്ങൾ തിരയുന്നുണ്ടെന്ന് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല അല്ലേ. റോബോട്ട് എന്താ വിചാരിച്ചിരുന്നത്, റിക്കിക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളാണ് അവൻ വലിച്ചെറിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആവശ്യമുള്ളവരുടെ കയ്യിലെത്തട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അതൊക്കെ കറക്റ്റായിട്ട് പിക്ക് ചെയ്ത് അതൊക്കെ എടുത്തുകൊണ്ട് പോയി മടക്കി ക്ലീനായിട്ട് അത് സ്റ്റോർ റൂമിലൊക്കെ കൊണ്ടുവച്ചിരുന്നത് അല്ലേ. നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ എന്താണ് അതിൻ്റെ ആവശ്യക്കാർ അങ്ങനെയുള്ള സാധനങ്ങൾ ആവശ്യമുള്ളവർ ചോദിച്ചു വരുമ്പോൾ നമ്മളത് കൊടുക്കും. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് റോബോട്ട് അതൊക്കെ അവിടെ കൊണ്ടുവച്ചിരുന്നത്. അപ്പോൾ റിക്കിക്ക് ഇങ്ങനെ ഒരു കംപ്ലയിൻ്റ് ഉണ്ടെന്ന് മനസ്സിലായപ്പോഴാണ് റോബോട്ട് ആ സാധനങ്ങൾ തിരിച്ചു കൊണ്ടു കൊടുത്തിട്ട് റിക്കിയോട് എന്ത് പറയുന്നത്, താങ്കൾക്ക് ഇതൊക്കെ ആവശ്യമുള്ള സാധനങ്ങളാണെന്ന് എനിക്ക് അറിയുമായിരുന്നില്ല, താങ്കൾക്ക് ഇത് വേണമെന്ന് അപ്പോൾ ഇത് കാണാതായതിൽ താങ്കൾക്ക് കംപ്ലയിൻ്റ് ഉണ്ടെന്ന് എനിക്ക് അറിയുമായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് റോബോട്ട് അതൊക്കെ തിരിച്ചു കൊടുക്കുന്നത്. ഇനി ലാസ്റ്റ് ചോദ്യം ഏതാണ്, വാട്ട് ചേഞ്ചസ് കെയിം അബൌട്ട് ഇൻ റിക്കീസ് ബിഹേവിയർ. അത് കഴിഞ്ഞിട്ട് റിക്കിയുടെ ബിഹേവിയറിൽ പെരുമാറ്റത്തിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഇതാണ്, റിക്കി ഡിസൈഡഡ് ടു ബിക്കം എ മാക്സിമം എഫിഷ്യൻസി ബോയ് അല്ലേ. എല്ലാ കാര്യങ്ങളും നല്ല കൃത്യമായി ചെയ്യുന്ന മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ആൺകുട്ടിയായിട്ട് മാറാൻ റിക്കി ഡിസൈഡ് ചെയ്തു. അതിൽ പിന്നെ അവൻ്റെ എല്ലാ സാധനങ്ങളും എന്താണ് സൂക്ഷിച്ച് ടൈഡി ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടൊക്കെ ആണ് വെച്ചിരുന്നത്. ഒരു സാധനങ്ങളും അവൻ അൺനെസസറി ആയിട്ട് അവിടെയോ ഇവിടെയോ വലിച്ചെറിഞ്ഞിരുന്നില്ല. അതുപോലെ തന്നെ അവന് പോക്കറ്റ് മണി കിട്ടുന്ന സമയത്ത് അല്ലേ, വിത്ത് ഹിസ് പോക്കറ്റ് മണി ഹി ബിഗാൻ ടു ഹെൽപ്പ് പീപ്പിൾ ആൻഡ് ബൈ നീഡ്ഫുൾ തിങ്സ് ഫോർ ദം. അവർക്ക് ആവശ്യമുള്ള ആൾക്കാർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവന് കിട്ടുന്ന പോക്കറ്റ് മണി കൊണ്ട് അവൻ വാങ്ങിച്ചു കൊടുക്കാനും ശ്രമിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെയാണ് ആരുടെ ബിഹേവിയറിൽ വന്നത്, റിക്കിയുടെ ബിഹേവിയറിൽ വന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്തിൽ ചോദ്യോത്തരങ്ങൾ വരുന്നത്. ആക്ടിവിറ്റീസും ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് വരുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി വന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക് യു.